ബന്ധിക്കുന്നുണ്ട്. എടുത്തു പറയേണ്ടത് മുത്തൂറ്റിന്റെ സപ്പോർട്ട്, USTയുടെ സപ്പോർട്ട്, റൗണ്ട് ടേബിൾസിന്റെ സപ്പോർട്ട്. കാരണം ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മളുടെ ക്രിക്കറ്റിന് ഈ ഒരു ലെവലിൽ എത്താൻ സാധിക്കുമായിരുന്നില്ല. അപ്പൊ വളരെ നന്ദിപൂർവം എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഒന്നുകൂടി. USTയുടെ സുനിൽ സർ, പ്രശാന്ത് സർ, അതുപോലെ മുത്തൂറ്റിന്റെ പ്രശാന്ത് സർ, ജെയിംസ് സർ, റൗണ്ട് ടേബിളിന്റെ മാഡം നീലം, മാഡം സ്നേഹ, അതുപോലെ നമ്മുടെ എടുത്തു പറയേണ്ട രണ്ടുപേര് നമ്മുടെ ചീഫ് ഗസ്റ്റ് നാരായണൻകുട്ടി സർ, അതുപോലെ കേരള പ്ലെയറും ഇന്ത്യൻ എ ടീമിന്റെ ഭാഗവുമായ മാഡം മിന്നുമണി, അതുപോലെ അസോസിയേഷന്റെ ഭാരവാഹികൾ, അതിലും ഉപരിയായി നമ്മളുടെ ഈ സക്സസിനൊക്കെ സഹകരിക്കുന്ന നമ്മുടെ പ്ലെയേഴ്സ്, അവരുടെ പേരൻസ്, എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ സംസ്കാരം അനുസരിച്ച് നമ്മളുടെ ഓരോ യോഗങ്ങളും അല്ലെങ്കിൽ ഓരോ പരിപാടികളും തുടങ്ങുന്നത് ഒരു പ്രാർത്ഥനയോട് കൂടിയാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥനയ്ക്കായി ഫാത്തിമയെ സ്വാഗതം ചെയ്തുകൊള്ളും. ഓഡിബിൾ അല്ലേ? യെസ്. പ്രപഞ്ചത്തിൽ നിത്യവും സ്നേഹം നിറയ്ക്കണേ, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ചൈതന്യമേ, നിൻ സൃഷ്ടികൾ പക്ഷികൾ പാടുന്ന പാട്ടിനു മാധുര്യമേകു ഈ ഗീതത്തിനു, പൂവിന്നു ഭംഗിയും കുയിലിന്നു നാദവും പിന്നിന്നു താരങ്ങളും നൽകിയോനേ, ഞങ്ങൾ തൻ മാർഗങ്ങൾ പൂവായി നിറയ്ക്കണേ, ഞങ്ങളെ സ്നേഹത്തിൻ മലരായി വിടർത്തണേ, ഞങ്ങളെ സ്നേഹത്തിൻ മലരായി വിടർത്തണേ. താങ്ക് യു ഫാത്തിമ. അപ്പോ നമ്മളുടെ കാര്യപരിപാടികൾ നിയന്ത്രിക്കാനായിട്ട് നമ്മളോടൊപ്പം ഇന്ന് നമ്മളുടെ സുഹൃത്തും വഴികാട്ടിയുമായിട്ടുള്ള റൊട്ടേറിയൻ എബ്രഹാം ജോർജ്, എബി സാർ എന്ന് വിളിക്കും ഞങ്ങള്. 2015 തൊട്ട് ഞങ്ങളുടെ എല്ലാ പരിപാടികളിലും ഞങ്ങളെ ഗൈഡ് ചെയ്യാനും അതിനെ വിജയിപ്പിക്കാനും ഒക്കെ സഹായിച്ചിട്ടുള്ള ഞങ്ങളുടെ എബി സാർ, അദ്ദേഹമുണ്ട്. അതുപോലെ ഞാൻ തുടക്കത്തിൽ പറയാൻ മറന്നുപോയ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ ക്രിക്കറ്റ് ടീമിനെ, വുമൻ ക്രിക്കറ്റ് ടീമിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ സഹായിച്ചിട്ടുള്ള അവരുടെ കോച്ച് വിദ്യ. അപ്പം മാഡം വിദ്യയെ ഞാൻ സ്വാഗതം ചെയ്യാണ്, അത് വിട്ടുപോയതാണ്, ക്ഷമിക്കുക. അപ്പം ബാക്കി കാര്യപരിപാടികളൊക്കെ നിയന്ത്രിക്കുന്നത് എബി സാറാണ്. എബി സാർ, ഓവർ ടു യു. താങ്ക് യു അനിൽ. ഞാൻ ഓഡിബിൾ ആണോ? യെസ് സർ, യെസ് സർ. ഓക്കെ. സംസാരിക്കുന്ന ആൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ഓഡിയോ മ്യൂട്ട് ചെയ്യാൻ ദയവായി ശ്രദ്ധിക്കണം. ഇതുപോലൊരു മീറ്റിങ്ങിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അനിൽ പറഞ്ഞു തുടങ്ങിയതുപോലെ വളരെ യാദൃച്ഛികമായ ഒരു കണ്ടുമുട്ടലിൽ നിന്ന് കഴിഞ്ഞ 5-6 വർഷമായി ഞാൻ ഏതാണ്ട് CABKയുടെ ക്രിക്കറ്റ് അസോസിയേഷൻ ഓഫ് ബ്ലൈൻഡ് ഇൻ കേരളയുടെ ഒരു അംഗം, ഒരു കുടുംബാംഗമായി മാറിയ ഒരാളാണ്. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരുപക്ഷെ അവരുടെ യാത്രയിൽ കഴിഞ്ഞ 5-6 വർഷമായി ഞാനൊരു സഹയാത്രികനാണ്. താങ്ക് യു. രണ്ടുപേരെടുത്ത് ഞാൻ അതിന് താങ്ക്സ് പറയേണ്ടത് രജനീഷും അനിലുമാണ്. ഇവരുമായിട്ട് വളരെ കോൺസ്റ്റന്റ്ലി ഐ എം ഇൻ ടച്ച് വിത്ത് ബോത്ത് ഓഫ് ദം. അങ്ങനെ അനില് അഗൈൻ അനില് ഒരു പ്രാവശ്യം എല്ലാവരെയും വെൽക്കം ചെയ്തു. ഓൺ മൈ ബിഹാഫ് ഓൾസോ ലെറ്റ് മീ വെൽക്കം എവറിബഡി ഹു ഇസ് ഹിയർ ഫോർ ദിസ് മീറ്റിംഗ്. നാഷണൽ സ്പോർട്സ് ഡേ, ഇന്ന് നാഷണൽ സ്പോർട്സ് ഡേ ആയിട്ട് ആചരിക്കുന്ന ഒരു ദിവസമാണ്. ഇന്നത്തെ ഈ നാഷണൽ സ്പോർട്സ് ഡേയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഹോക്കി ലെജൻഡ് ധ്യാൻചന്ദിന്റെ ബർത്ത് ആനിവേഴ്സറി ആണ്. അതാണ് നമ്മൾ ഈ നാഷണൽ സ്പോർട്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അതുപോലെ നമ്മളൊരു വളരെ ബുദ്ധിമുട്ടേറിയ ഒരു
കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഈ പാൻഡമിക്കിന്റെ ഒരു ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകുമ്പോൾ പോലും ഈ 2021-22 സീസൺ ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്ന CABK തീർച്ചയായും നമ്മൾ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. അവരെ ഈ ഒരു സംരംഭത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ആക്ടിവിറ്റിയിലേക്ക് സഹായിക്കുന്ന മുത്തൂറ്റ് ഗ്രൂപ്പ്, UST ഗ്രൂപ്പ്, then the Innerwheel, the റൗണ്ട് ടേബിൾ, ലേഡീസ് റൗണ്ട് ടേബിൾ ഓഫ് കോട്ടയം, ഇവരെല്ലാവരും തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നു. Of late, they have started the women's cricket tournaments also, by which blind girls are also brought into the limelight. ഈ ഒരു cricketing activity or any sporting activity, as Anil rightly said, certainly helps this blind community to express themselves and what do you call, be a motivation booster for them. And we will get on with the proceedings. ആദ്യമായിട്ട് it is the inauguration, നമുക്ക് inaugurate ചെയ്യാൻ കിട്ടിയിരിക്കുന്നത്. It's our honor to have Mr. Narayanan Kutti, who is a ICC International Panel of Match Referee ഉള്ള ആളാണ്. He is also a dashing explosive opener. He was an explosive opener for Kerala team. He was a Ranji Trophy player. He's played about 42 Ranji Trophy matches for Kerala. സാറാണ് ഇന്ന് നമ്മുടെ ഈ ഒഫീഷ്യൽ സീസൺ ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. സാറിനെ ഒന്ന് വെൽക്കം ചെയ്യാനും ഇതിലേക്ക് ഈ സംസാരിക്കാൻ ഇൻവൈറ്റ് ചെയ്യാനുമായിട്ട് ലെറ്റ് മീ കോൾ അപ്പോൺ രജനീഷ് ഹെൻറി. രജനീഷ്, over to you. Thank you, sir. Thank you so much. Can you hear me? Clear. Go ahead. Okay. Thank you, sir. എല്ലാവർക്കും നമസ്കാരം. ക്രിക്കറ്റ് അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡ് ഇൻ കേരളയുടെ ബ്രാൻഡ് ന്യൂ സീസൺ ഇന്നിവിടെ തുടങ്ങുകയാണ്. ഇപ്പൊ കഴിഞ്ഞ കാലങ്ങളിലുള്ള പോലെ തന്നെ നമ്മളുടെ മറ്റൊരു സീസൺ, പ്രത്യേകിച്ച് കോവിഡ് കാലത്തായതുകൊണ്ട് അതിൻ്റെതായ എല്ലാ ബുദ്ധിമുട്ടുകളും നമുക്കെല്ലാവർക്കും ഉണ്ട്. പക്ഷെ ആ ബുദ്ധിമുട്ടുകളെ എല്ലാം മറികടക്കുക എന്നുള്ളതാണല്ലോ പൊതുവെ നമ്മൾ ചെയ്യേണ്ടത്. അതാണ് ഇപ്പം മനുഷ്യൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതും. അത് ഞങ്ങളെ സംബന്ധിച്ച് പ്രതിസന്ധികൾ മറികടക്കുക എന്നുള്ളത് ഞങ്ങൾ വിഷ്വലി ഇംപയർഡ് കമ്മ്യൂണിറ്റിക്ക് പൊതുവെ ഒരു ചാലഞ്ചിങ് അല്ല. ഞങ്ങളെല്ലാ ചാലഞ്ചുകളും ഏറ്റെടുക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഈ ചാലഞ്ചും നമ്മൾ മറികടക്കും. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിലെ പോലെ തന്നെ നമ്മൾ ഫിസിക്കൽ ഇനോഗ്രേഷൻ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ സിറ്റുവേഷൻ ഇംപ്രൂവ് ആവുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനും ശ്രമിക്കുന്നതായിരിക്കും. അപ്പം ചെറിയൊരു നഷ്ടം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് നേരിട്ടായിരുന്നെങ്കിൽ നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന ഗസ്റ്റുകളൊക്കെ നമുക്ക് നേരിട്ട് കാണേണ്ട ചില വ്യക്തികൾ തന്നെയാണ്. അപ്പം പ്രത്യേകിച്ച് ഓരോരുത്തരിലേക്ക് എത്താം. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും പ്രത്യേകം എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. പ്ലെയേഴ്സ് ആൻഡ് ഒഫീഷ്യൽസ്, നമ്മുടെ ഗസ്റ്റ് എല്ലാവരെയും, സാറും അതിലൊക്കെ പറഞ്ഞതാണെങ്കിലും, കാരണം ഇവരുടെ ഒരു എല്ലാവരുടെയും തന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ക്രിക്കറ്റ് അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡ് ഇൻ കേരളയെ ഈ ലെവലിലേക്ക് എത്തിച്ചത്, ഇന്ന് നമ്മൾ ഇന്ത്യയിലെ ലീഡിങ് ഒരു നമ്പർ 1 അസോസിയേഷൻ ആയിട്ടാണ് ഉള്ളത്. നമ്മൾ ടീം ക്വാർട്ടർ ഫൈനൽ വരെ നാഷണൽ വരാറുള്ളൂ എങ്കിലും അസോസിയേഷൻ നമ്പർ 1 ആണ്. അപ്പൊ അതിന് സഹായിക്കുന്ന, അതിന് നമ്മളെ ശക്തമായി സപ്പോർട്ട് ചെയ്യുന്ന നമ്മളുടെ മെമ്പേഴ്സ് ആണ്, ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ്. ഈ പറഞ്ഞ സ്പോൺസേഴ്സ് ആയാലും നമ്മളുടെ വെൽവിഷേഴ്സ് ആയിട്ടുള്ളവരൊക്കെ തന്നെയാണ് ഇന്നിവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഞാൻ നാരായണൻകുട്ടി സാറിലേക്ക് എത്തുകയാണെങ്കിൽ, നമ്മളുടെ ഇനോഗ്രേഷൻ നമുക്ക് എല്ലാ പ്രാവശ്യവും പല ക്രിക്കറ്റേഴ്സ്, പല സെലിബ്രിറ്റീസ് ഒക്കെ തന്നെ വരാറുണ്ട്. അപ്പം ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിരിക്കുന്നതും ഒരു കിടിലൻ സെലിബ്രിറ്റിയാണ് നാരായണൻകുട്ടി സാറ്. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ കമന്ററി കേട്ട് തുടങ്ങുന്ന കാലം, അതായത് 80s ലാസ്റ്റ്, ഞാനൊരു 4th സ്റ്റാൻഡേർഡിൽ പഠിക്കാൻ തുടങ്ങുമ്പോഴാണ് കമന്ററി കേട്ട് തുടങ്ങുന്നത്. അപ്പൊ എന്റെ അങ്കിള് ക്രിക്കറ്ററാണ്. അപ്പൊ അങ്കിൾ ഇങ്ങനെ പറഞ്ഞ് അറിയാം ഇങ്ങനെയുള്ള ഓരോ പ്ലേയേഴ്സിനെയും. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ കമന്ററി കേൾക്കാൻ തുടങ്ങുന്നത്. രഞ്ജി ട്രോഫി കളി കേൾക്കാൻ തുടങ്ങിയ സമയത്ത് നാരായണൻകുട്ടി സാറിന്റെ ഒരു ബാറ്റിംഗ് പെർഫോമൻസ് എനിക്ക് എടുത്തു പറയാനുള്ള, അദ്ദേഹം നമ്മളുടെ ഇപ്പൊ കാണുന്ന പല 2020 പ്ലേയേഴ്സ് ഒക്കെ എന്താ പറയാ ബ്ലാസ്റ്റിംഗ് ഓപ്പണേഴ്സ് ഒക്കെ ആണെങ്കിലും, സാർ ആ കാലത്ത് ശ്രീകാന്ത്, പിന്നെ ഇങ്ങനെ വളരെ റെയർ ആയിട്ടുള്ള ചില ആൾക്കാരാണ് ഇങ്ങനെ ഓപ്പണിങ്ങിൽ അടിച്ച് കളിക്കുന്നത്. അപ്പൊ അന്ന് നാരായണൻകുട്ടി സാറിന്റെ കുറച്ച് ബാറ്റിംഗ് എനിക്ക് കേൾക്കാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്.
അത് ഞാൻ പ്രത്യേകം അങ്ങനെ ഒരു സന്തോഷം കൂടെ അറിയിക്കുകയാണ്. ഇപ്പോഴും ഹൈദരാബാദിനെതിരെ ഹൈദരാബാദിൽ അടിച്ച ഒരു 100 എനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് ആണത്. അതൊക്കെ കേൾക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ വെങ്കടേഷ് പ്രസാദിന്റെ ഒരു ഓവറിൽ, അന്നത്തെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ബൗളറായിട്ടുള്ള വെങ്കടേഷ് പ്രസാദിന്റെ ഒരു ഓവറിൽ തുടർച്ചയായിട്ട് 4 4 അടിച്ചുകൊണ്ട് കേരളം ജയിക്കാനുള്ള എത്തിയ സമയത്ത് അങ്ങനെ സാറ് അങ്ങനത്തെ ഒരു പെർഫോമറാണ്. ഇന്ന് സാറിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും IPL മാച്ച് കാണുന്നവരാണ്, ഇന്റർനാഷണൽ മാച്ചുകൾ കാണുന്നുണ്ടാവും. പക്ഷെ എന്നാലും നമ്മുടെ പുതിയ യങ്സ്റ്റേഴ്സ് കുറച്ചും കൂടി IPL-ലേക്കാണ് പൊതുവെ ഒരു ടെൻഡൻസി ഉള്ളത്. അതുകൊണ്ട് തന്നെ സാറിനെ വളരെ ഫെമിലിയർ ആണ്. സാറ് മാച്ച് റെഫറി ആയതുകൊണ്ട് നമ്മുടെ ക്യാപ്റ്റന്മാരുടെ ഒക്കെ ഒപ്പം തന്നെ ടോസ് ചെയ്യാൻ പോണെങ്കിൽ സാറ് വേണം. പിന്നെ ആരും എന്താ പറയാ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യാൻ വരെയുള്ള അധികാരം ഉണ്ടെന്നുള്ളത് ഒരു പ്രത്യേകത തന്നെയാണ്. അപ്പം സാറിനെ ഇന്നിവിടെ കിട്ടിയതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷം സാർ. അപ്പം ഞാൻ വിളിച്ച ഉടനെ തന്നെ ഞാൻ ഫാൽക്കൺസ് ക്രിക്കറ്റ് ക്ലബിന്റെ ഓണർ മെമ്പറാണ്. അപ്പം അവിടെ സാറുണ്ട്. അപ്പൊ സാറിനോട് ഞാൻ ഈ കാര്യം പറയാമെന്ന് പറഞ്ഞ അവിടുത്തെ ജെഫ്രി സാറിനോട് പറഞ്ഞപ്പോൾ തന്നെ അതിനെന്താ പുള്ളിയെ വിളിക്കാന്ന് പറഞ്ഞപ്പോൾ തന്നെ ജസ്റ്റ് വിളിച്ചപ്പോൾ തന്നെ അതെ ഒരു കുഴപ്പമില്ല, ഞാൻ ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് സാറ് വില്ലിംഗ്ലി, പലരും ഒരുപാട് ഓൺലൈൻ മീറ്റിംഗ്സും പല കാര്യങ്ങളും ഉള്ളതുകൊണ്ട് പൊതുവെ എല്ലാവർക്കും ഒരു മടിയായിരിക്കും. പക്ഷെ സാറ് കറക്റ്റ് ജോയിൻ ചെയ്തു. ഇപ്പോഴും എന്നോട് അതിന്റെ ടെക്നിക്കൽ എന്തെങ്കിലും പ്രശ്നം, ഒരു ക്യാമറയുടെ എന്തൊരു സാറ് വളരെ, ഞാൻ വിചാരിച്ചു ഇനി എന്തെങ്കിലും ജോയിൻ ചെയ്യാൻ, പലരും അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ സാർ ഏതായാലും നമ്മളൊപ്പം ജോയിൻ ചെയ്തു, വളരെ സന്തോഷം. അപ്പൊ സാറിനെ കിട്ടിയതിൽ ഈ സീസൺ നമുക്ക് നേരിട്ട് വന്ന് ഒരു പ്രോഗ്രാം തന്നെ ഞങ്ങൾക്ക് വേണം എന്നുള്ള ഒരു കാര്യം കൂടി മുന്നോട്ട് വെക്കുകയാണ്. അപ്പോൾ സാറിനെ ഞങ്ങൾ പ്രത്യേകം ഞങ്ങളുടെ ക്രിക്കറ്റ് അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡ് ഇൻ കേരളയുടെയും എൻ്റെ വ്യക്തിപരമായ പേരിലും സാറിനെ ഇനോഗ്രേറ്റ് ചെയ്യാനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു സാർ. Over to you, Mr. Narayankutti sir. Yeah, okay. എല്ലാരും ചോദിക്കണ മാതിരി, am I audible? Very much. Yeah. Very much. Okay. So I'll make it very brief. Office bearers of the Cricket Association for the Blind in Kerala, our chief guests from Muthoot, UST and Ladies Roundtable Kottayam and Minnu Mani, and again Rajneesh, it's an honor to be here. It's great for you. I feel grateful and honored to be part of this function, to be able to be here, present here, or accepting an invitation and to inaugurate this season of 21-22. So a little bit of, when I was called for this function, I did a little bit of groundwork. And I gather, I may be wrong also here, that blind cricket was started in the year 1922 in Australia by 2 brothers, 2 people working in. So we're going to be the 90th year of blind cricket now. So next year is going to be the 100th, if I'm not wrong. So I'm not sure how many of you know about this. So again, activities, coming to the activities of the association, when I was going through it, everything is being run in similar to the lines of what BCCI is doing for the domestic cricket. You have your 50 over tournament, we have the T20 tournament. Maybe the multi-day version is not very far off. We might get there sometimes. And it's heartening to know from Rajneesh that KCA is also for the blind cricketers, which is really heartening to hear. In our playing days, when we were playing in the 80s, it was all about passion. So there was no money in the game. There was no facilities when we were all playing. Facilities are pinna vannu. Pinneyana adu kazhinjittu 10 years later came the opportunities. Opportunities endokayirunnu. Nammada കളിച്ചിട്ട് past cricketers give it back to the game, contribute to the game. അതായിരുന്നു opportunity. Avenues ഉണ്ടായിരുന്നു, കോച്ചസ് ആയിട്ട് ചെയ്യാൻ പറ്റി, ട്രെയിനേഴ്സ് ആയിട്ട് ചെയ്യാൻ പറ്റി, അമ്പയറിംഗിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി കുറെ പെർഫോമർ ക്രിക്കറ്റേഴ്സിന്. ഇപ്പൊ എന്നെ മാതിരി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി. ഇറ്റ് വാസ് ഓൾ അബൌട്ട് ബീങ് അസോസിയേറ്റഡ് വിത്ത് ദ ഗെയിം. നമുക്ക് ഇഷ്ടമുള്ള ഒരു ഗെയിം കളിച്ചു, ഇഷ്ടമുള്ള ഒരു ഗെയിമിന്റെ കൂടെ വീണ്ടും അസോസിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് വിച്ച് ദ ഗെയിം ഗേവ് us. അപ്പൊ അതുപോലെ ഞാൻ ഈച്ച് ആൻഡ് എവറി ക്രിക്കറ്റർ ഹൂ ഈസ് ഹിയർ, അവരോട് ഐ ഹാവ് എ റിക്വസ്റ്റ് ദാറ്റ് എൻജോയ്, ഫോളോ യുവർ ഹാർട്ട്, എൻജോയ് യുവർ ക്രിക്കറ്റ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ the future will, whatever the future has, it will come on, it will come. നമ്മൾ enjoy the moment. You are being part of the game, you are being part of the event, enjoy that.
move forward. Every cricketer. ഞാൻ ഒരു കാര്യം വിട്ടുപോയി when I started off. I should also thank the players who the association participate in the players and the near and dear ones of the players who support them a lot. They need a lot of appreciation for that. And again, coming back to what Rajneesh has given me, I don't know. I don't want to continue too much. There are a lot of important people who want to speak. So I would say, if it is right, I hereby declare the season of 21-22 open and wish all the players, the organizers, the very best for the season ahead, and hope that we have more cricketers from Kerala representing the country. Thank you very much. Thank you. Thank you, sir. Thank you for officially inaugurating the season. നമ്മൾ ഹെൻറി ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞ പോലെ ഒരു ക്രിക്കറ്റ് മാച്ച് നടക്കുമ്പോൾ ആ ക്രിക്കറ്റ് മാച്ചിന്റെ റെഫറി എന്ന് പറഞ്ഞാൽ അതിന്റെ സിഇഒ ആണ്, ഒരു മാച്ചിന്റെ സിഇഒ ആണ്. That is where Narayankutti sir is when a match happens. He has officiated a lot of domestic matches, including finals of Ranji Trophy and Duleep Trophy, also a lot of IPL matches. Thanks a lot, sir, for being here and blessing us by inaugurating this season for CABK. Thank you. Thank you very much. Thank you very much. അടുത്തത് നമുക്ക് ഉള്ള ചടങ്ങ് എന്ന് പറയുന്നത് നമ്മുടെ ലേഡീസ്. യെസ് ഹെൻറി. എനിക്ക് തോന്നുന്നു എല്ലാവരും ഒന്ന് ക്യാമറ ഓൺ ചെയ്യുകയാണെങ്കിൽ സാറിന് ഇപ്പോൾ നമ്മള് എല്ലാ ഗസ്റ്റുമായിട്ടൊരു ഒരു സ്ക്രീൻഷോട്ട് എടുക്കായിരുന്നു എല്ലാവരും കൂടി. Shall we proceed? Yes, sir. Okay. അടുത്തത് നമ്മുടെ ലേഡീസ് ക്രിക്കറ്റ് ടീമിന്റെ CABKയുടെ ഭാഗമായിട്ടുള്ള ലേഡീസ് ക്രിക്കറ്റ് ടീമിന്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് വരാൻ വേണ്ടി നമ്മുടെ ഒരു വളരെ നമുക്ക് പ്രിയപ്പെട്ട, നമ്മുടെ മലയാളികൾക്കെല്ലാം പ്രിയപ്പെട്ട ഒരു വ്യക്തി സമ്മതിച്ചിരിക്കുകയാണ്. മിന്നു മണി നമ്മുടെ കേരള പ്ലെയർ ആണ്, ഇന്ത്യ A ടീം പ്ലെയർ ആണ്. I'll give a brief intro of Minnu Mani for those of you who don't know her properly. She is from a village in the Wayanad district. She was part of the Indian A team, and let's hope and pray that she will very soon get into the senior Indian team. She's a right-arm off-spinner and bats left-handed. She was declared as the junior cricketer for the year 2019, I think, by Kerala Cricket Association. She comes from a very humble background, and even after going through all hardships in her life, it was sheer dedication and passion for the game that has pushed her to play this and reach this stage. Let me now call upon Henry for officially doing the honors of inviting her to be the brand ambassador for CAB. Thank you, sir. തീർച്ചയായിട്ടും ക്രിക്കറ്റ് അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡ് ഇൻ കേരളയ്ക്കും ബ്ലൈൻഡ് ക്രിക്കറ്റിനും അതൊരു വലിയ മോട്ടിവേഷൻ ആണ്. നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്നത് നമ്മുടെ കേരള സ്റ്റാർ ആയിട്ടുള്ള മിന്നുമണിയാണ്. വുമൻസ് ക്രിക്കറ്റ് എപ്പോഴും നമുക്കറിയാം ഒരു നമ്മുടെ ബ്ലൈൻഡ് ക്രിക്കറ്റിന്റെ കാര്യം പറഞ്ഞ മാതിരി കുറച്ച് വേണ്ട പോലെ ശ്രദ്ധ കിട്ടാതെ പോയ ഒരു സെക്ടറാണ്. പക്ഷെ ഇപ്പോൾ മികച്ച രീതിയിലാണ് വുമൻസ് ക്രിക്കറ്റേഴ്സിന് അംഗീകാരം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വുമൻസ് നാഷണൽ നടന്നപ്പം നമ്മുടെ ഇന്ത്യൻ ടൂർണമെന്റിനായിട്ട് ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നമുക്ക് സ്മൃതി മന്ദാനയെ കിട്ടിയിരുന്നു. അതേപോലെ തന്നെ അപ്പൊ നമ്മുടെ സ്റ്റേറ്റിന് ഇപ്പോൾ നമ്മുടെ വുമൻസ് വിഷ്വലി ഇംപയർഡ് ഗേൾസിനെ സംബന്ധിച്ച് എപ്പോഴും ഒരു മോട്ടിവേഷൻ, ഒരു ഇൻസ്പിറേഷൻ ഒക്കെ കിട്ടണമെങ്കിൽ, പ്രത്യേകിച്ച് സ്പോർട്സ് സെക്ടറിലേക്ക് ഇറങ്ങണമെങ്കിൽ നമ്മളുടെ അസോസിയേഷന്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഗേൾസിന്റെയോ മാത്രം സപ്പോർട്ട് പോരാ എന്നുള്ളത് തോന്നിയപ്പോഴാണ് നമ്മുടെ ഗേൾസ് ആവശ്യപ്പെട്ടത്. ഞങ്ങളൊരു പ്രോഗ്രാമിലാണ് ആദ്യമായിട്ട് മിന്നുമണിയെ കൊണ്ടുവരുന്നത്. നമ്മുടെ കോച്ചായിട്ടുള്ള വിദ്യ, അവരും നോർമൽ ക്രിക്കറ്റ് ട്രെയിനർ തന്നെയാണ് നമ്മുടെ ബ്ലൈൻഡ് ക്രിക്കറ്റ് ട്രെയിൻ ചെയ്യുന്നത്. അപ്പൊ വിദ്യ ആണ് മിന്നുവിനെ കൊണ്ടുവന്നത്. വളരെ ഇൻസ്പിറേഷണൽ സ്റ്റോറി ആയിട്ട് തോന്നി ഞങ്ങൾക്ക് ആ സമയത്ത് തന്നെ. അപ്പൊ ഞങ്ങളുടെ കൂടെ ഞങ്ങളെ ഇൻസ്പയർ ചെയ്യാനും ഞങ്ങളുടെ കുട്ടികളുടെ പേരൻസിനെയും ഒക്കെ തന്നെ ഇൻസ്പയർ ചെയ്യാൻ പറ്റിയൊരു വ്യക്തി എന്ന രീതിയിൽ
മിനുവിനെ ഞങ്ങളുടെ കൂടെ കൂട്ടാം എന്ന് പറഞ്ഞപ്പം മിനു വളരെ സന്തോഷത്തോടെ സമ്മതിച്ചു. KCയും അത് വളരെ സന്തോഷത്തോടെ നമ്മുടെ മുൻ ക്യാപ്റ്റൻ രമേശേട്ടനാണെങ്കിലും ജയശേട്ടനാണെങ്കിലും ഒക്കെ അത് വളരെ സന്തോഷത്തോടെയാണ് സമ്മതിച്ചത്. അപ്പൊ മിന്നു അത് ത്രൂ ഔട്ട് നമ്മളുടെ കൂടെ ഉണ്ടാവും എന്നറിഞ്ഞതിലും വളരെ സന്തോഷം. മിന്നുവിനെ ക്രിക്കറ്റ് അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡ് ഇൻ കേരളയുടെ പേരിൽ ഞങ്ങളുടെ വ്യക്തിപരമായ പേരിലും പ്രത്യേകം ഞങ്ങളുടെ ഈ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് വെക്കുന്നതിനായിട്ട് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. മിന്നുവിനെ റിസീവ് ചെയ്യാനായിട്ട് നമ്മുടെ കേരള വുമൻസ് ടീമിന്റെ ക്യാപ്റ്റൻ തനുജ സി ജോർജും ജോമോൾ കെ പോളിനെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. ജോമോൾ 2 വാക്ക് സംസാരിച്ചുകൊണ്ട് നമുക്കിപ്പോൾ നേരിട്ടല്ലാത്തത് കൊണ്ട് മിന്നുവിനെ ഒന്ന് റിസീവ് ചെയ്തിട്ട് സംസാരിക്കാം. ഓക്കെ, താങ്ക് യു രജനീഷ് ചേട്ടാ. രജനീഷ് സാർ, ബഹുമാനപ്പെട്ട ശ്രീ നാരായണൻകുട്ടി സാർ, മിനുമണി മാം, ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, CABK ഒഫീഷ്യൽസ്, പ്ലേയേഴ്സ്, ഈ ഒരു അവസരത്തിൽ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞങ്ങളെപ്പോലുള്ള ക്രിക്കറ്റേഴ്സിന് ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ ആയിട്ട്, ഞങ്ങൾക്ക് ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയ പ്രതീക്ഷയും ഒക്കെ ആയിട്ടാണ് ഇന്ന് മിനുമണി മാം ഞങ്ങളുടെ ഒപ്പം ആയിരിക്കുന്നത്. രജനീഷ് സാർ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു പ്രോഗ്രാമിന് ആളെ ഇൻവൈറ്റ് ചെയ്തിരുന്നു. അപ്പോൾ മാം ഏറ്റവും സന്തോഷത്തോടെയാണ് ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങളുടെ അടുത്ത് ആളുടെ അനുഭവങ്ങൾ വെച്ചത്. അപ്പോൾ ഒത്തിരി ചലഞ്ചസ് ഫേസ് ചെയ്ത് എന്നാ സമൂഹത്തിൽ മുന്നോട്ട് ഉയർന്നു വന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഏറ്റവും യോജിക്കുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഈ ഒരു അവസരത്തിൽ ഞങ്ങളുടെ ഹോൾ ടീമിന്റെ ഭാഗത്തു നിന്നുള്ള ഞങ്ങളുടെ പ്രതീക്ഷ എല്ലാ സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. മിനു ഒന്ന് സംസാരിക്കാൻ വേണ്ടി മുന്നോട്ട് വരിക. ഓക്കെ സർ, ഓക്കെ. ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. റെസ്പെക്റ്റഡ് ഓൾ ദ ഡിഗ്നിറ്റീസ്, ഒഫീഷ്യൽസ്, പ്ലേയേഴ്സ്, വലിയ സന്തോഷമാണ് നിങ്ങളുടെ CABKയുടെ ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ. വളരെയധികം സന്തോഷം. അതേപോലെ തന്നെ ഇന്ന് നാഷണൽ സ്പോർട്സ് ഡേയും കൂടിയാണ്. അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും ഷെയർ ചെയ്യാനുള്ളതെന്ന് വെച്ചാല്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇത്രയും പരിമിതികൾ കൊണ്ട് ഈ ഒരു ലെവൽ വരെ എത്താൻ സാധിച്ചു എങ്കിൽ തീർച്ചയായിട്ടും ഇനിയും ഉയരങ്ങളിൽ കീഴടക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. അതേപോലെ തന്നെ ഏതൊരു സിറ്റുവേഷൻസിനെയും പോസിറ്റീവായിട്ട് എല്ലാവരും ഫേസ് ചെയ്യുക. ഈ 2021-22 കൂടാതെ ഇനി വരുന്ന എല്ലാ വർഷങ്ങളും നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളും അതേപോലെ നല്ല ഉയരങ്ങളിലും എത്താൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇനി അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു ഭാഗമാവാൻ സാധിച്ചു. അതിലൂടെ തന്നെ എന്നെ സംബന്ധിച്ച് എന്നാൽ കഴിയുന്ന എല്ലാ സപ്പോർട്ടും, എല്ലാ പ്രാർത്ഥനയും, എല്ലാ സഹായവും എന്റെ ഭാഗത്തു നിന്ന് നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവും. നിങ്ങളെല്ലാവരും നേരിട്ട് കാണാൻ എനിക്കും വലിയ ആഗ്രഹമാണ്. അത് എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഇനി വരുന്ന ഈ ഒരു സീസൺ കൂടാതെ ഇനി വരുന്ന എല്ലാ സീസണിലും നല്ലൊരു വിജയം ആശംസിക്കുന്നു. എല്ലാവർക്കും നിങ്ങളുടെ കഴിവുകളെല്ലാം മാക്സിമം തെളിയിച്ച് കിട്ടുന്ന ഓരോ അവസരങ്ങളും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി നല്ല ഉയരങ്ങളിലെത്താൻ മാത്രം സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മിനു. ഉടനെ തന്നെ ഇന്ത്യൻ ടീമിലും എത്താൻ പറ്റട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു. താങ്ക് യു. Thank you, sir. Thank you so much. Thank you, Minumani. It's our honor. It is our honor to have you as the brand ambassador. രജനീഷ് പറഞ്ഞതുപോലെ ഉടനെ തന്നെ ഇന്ത്യൻ ടീമിനെ പ്രതിനിധീകരിക്കുന്നത് കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടാവട്ടെ, കളിക്കാനുള്ള ഭാഗ്യം മിനുവിനുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക്സ് എ ലോട്ട് ഫോർ ബീയിങ് ഹിയർ ടുഡേ. എല്ലാ വർഷവും CABKയുടെ ഭാഗമായി വെൽക്കം. എല്ലാ വർഷവും CABKയിൽ നിന്ന് 2 പ്ലേയേഴ്സിനെ ഓണർ ചെയ്യുന്ന, 2 പ്ലേയേഴ്സിന് ഒരു ക്യാഷ് അവാർഡ് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഈ വർഷം അത് 4 പേർക്ക്, 2 പ്ലേയേഴ്സ് ഫ്രം ദ ബോയ്സ് ടീം ആൻഡ് 2 പ്ലേയേഴ്സ് ഫ്രം ദ ഗേൾസ് ടീം, 4 പേർക്ക് 2500 rupees വെച്ചുള്ള ക്യാഷ് അവാർഡ് CABKയുടെ ഭാഗത്ത് നിന്ന് കൊടുക്കുകയാണ്.
ഈ അവാർഡിന് അർഹരായിട്ടുള്ളവര് നർമ്മദ, ഫാത്തിമ, അശ്വിൻ ജെ പ്രദീപ് ആൻഡ് ആൽവിൻ രമേശ്. ഈ 4 പേർക്കും വെർച്വലി ഇത് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി രജനീഷിനെ ക്ഷണിക്കുന്നു. താങ്ക് യു സർ. ക്രിക്കറ്റ് അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡ് ഇൻ കേരളയുടെ അക്കാഡമിക് കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ തുടങ്ങിയ ഒരു സ്കീമാണ് ആക്ച്വലി 2016 മുതൽ. അതിൽ നമുക്ക് ആദ്യം ലിമിറ്റഡ് ആയിരുന്നു. ഇപ്പൊ അത് ഞങ്ങൾ വിചാരിക്കുന്നത് ഇനി മുതൽ ഏത് കുട്ടികളും 10th-ലും 12th-ലും ഫുൾ A+ മേടിക്കുന്ന എല്ലാ കുട്ടികളും, ഒരു വർഷം ഇപ്പൊ എത്ര കുട്ടികളുണ്ടെങ്കിലും അവർക്ക് ആ ക്യാഷ് പ്രൈസ് ഞങ്ങൾ കൊടുക്കുന്നതായിരിക്കും എന്നും കൂടി പ്രഖ്യാപിക്കുകയാണ്. അത് ഇപ്രാവശ്യം നമ്മളുടെ 4 കുട്ടികളാണ്. 2 കുട്ടികൾ കേരള സ്റ്റേറ്റ് ഗേൾസ് കളിക്കുന്ന കുട്ടികളാണ്. ഫാത്തിമ, ഞങ്ങൾ ഫാബി എന്ന് വിളിക്കുന്നത്, ഫാബിയും അതേമാതിരി നർമ്മദയും 2 പേരും, അതേപോലെ അശ്വിനും ആൽവിനും 4 പേർക്കും നമ്മളുടെ ട്രഷറർ ഉടനെ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 2500 rupees വെച്ചാണ് നമ്മൾ ക്യാഷ് അവാർഡ് നൽകുന്നത്. അത് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും. അപ്പം മെബിനായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. അപ്പം 4 പേർക്കും അവര് 10th-ലായിരുന്നു. എല്ലാവർക്കും അറിയാൻ വേണ്ടി പറയുകയാണ്, അവർ 10th-ലായിരുന്നു. അവരെല്ലാം ഫുൾ A+ മേടിച്ച കുട്ടികളാണ്. നല്ല പഠിക്കാനും അതേപോലെ തന്നെ കളിക്കാനും കലാപരമായിട്ടൊക്കെ കഴിവുള്ള കുട്ടികളാണ്. പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗെയിൻ. 4 പേർക്കും അഭിനന്ദനങ്ങൾ. നർമ്മദ, ഫാത്തിമ, അശ്വിൻ ആൻഡ് ആൽവിൻ 4 പേർക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അടുത്തതായി ഫെലിസിറ്റേഷൻസ് ആണ്. CABK വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറച്ച് വെൽ വിഷേഴ്സ് ആണ് നമ്മുടെ കൂടെ ഇവിടെ ഉള്ളത്. അതിൽ ആദ്യമായിട്ട് സംസാരിക്കുന്നത് മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പിൽ നിന്നാണ്. മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പ് 2018 മുതൽ കേരള ടീമിന്റെ മെയിൻ സ്പോൺസറായിട്ട് നിൽക്കുകയാണ്. അവരെ മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് നമ്മുടെ കൂടെ ഇന്നുള്ളത് Dr. Prashant Kumar Nellikal, who is head of CSR, and Mr. James Thangashan, who is the zonal marketing manager, Kerala. To offer their felicitations and to explain about the way forward, let me call upon Dr. Prashant first. Rajneesh, you want to add a word? Sir, മുത്തൂറ്റിന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്ന സപ്പോർട്ട് തീർച്ചയായിട്ടും വലിയൊരു സപ്പോർട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ച് ഒരു മേജർ ഒരു സ്പോർട്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബ്രാൻഡ് മുന്നോട്ട് വരിക, ബ്ലൈൻഡ് ക്രിക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് ഒരു നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് ലാസ്റ്റ് 2-3 ഇയേഴ്സിൽ കേരള ടീമിന്റെ പെർഫോമൻസിന്റെ പിന്നിൽ ഈ മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പിന്റെ സ്പോൺസർഷിപ്പിന്റെ ഒരു ഇത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് അതിനായിട്ട് അപ്രോച്ച് ചെയ്ത് എനിക്കിതിൽ കുറച്ച് പേരുണ്ട്. നമ്മളുടെ ഡയറക്ടർ ആയിട്ടുള്ള തോമസ് സാറ്, അതേമാതിരി പ്രശാന്ത് സാറ്, ജെയിംസ് സാറിനെ പരിചയപ്പെടുന്നതിലൂടെയാണ് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പമായത്. അപ്പൊ അവരെല്ലാവരെയും പ്രത്യേകം ഞങ്ങൾ ഓർക്കുന്നു, ആ ഒരു സന്തോഷം അറിയിക്കുന്നു. പ്രശാന്ത് സാറിനെ എപ്പോഴും സാറ് അതേപോലെ എന്തുണ്ടെങ്കിലും നമ്മൾ കഴിഞ്ഞ പാൻഡമിക്കില് കേരള ടീം ഇവിടെ ട്രെയിൻ ചെയ്യാൻ പറ്റാഞ്ഞിട്ട് ബാംഗ്ലൂരിൽ പോയിട്ടാണ് ട്രെയിൻ ചെയ്തത് 10 days. അപ്പൊ അതിനുള്ള ഫണ്ട്സും ആ ടൂർണമെന്റിൽ പങ്കെടുക്കാനുള്ള ഈവൻ നമുക്കറിയാം ഞങ്ങൾ എങ്ങനെയെങ്കിലും 4 ദിവസം നേരത്തെ അവസാനിപ്പിക്കാൻ നോക്കുകയാണ്, കാരണം എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. അപ്പം ഇപ്പൊ ഒരു 2-3 ദിവസം അഡീഷണൽ ആയിട്ട് നമുക്ക് ക്വാറന്റൈൻ പോലെ ഇരിക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ അതിനും കൂടിയുള്ള എക്സ്പെൻസ് കണക്കാക്കി ഞങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടും കൂടി പ്രശാന്ത് സാറ് അത് ഗ്രാന്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. സാറിനെ പ്രത്യേകം അതിനെ നന്ദി അറിയിക്കുന്നു. അതെല്ലാവരെയും ഞാൻ അറിയിക്കാനും ആഗ്രഹിക്കുന്നു. പ്രശാന്ത് സാറിനെ സംസാരിക്കാൻ ക്ഷണിക്കാൻ സാർ. Mr. Prashant. Thank you. Distinguished guests, Blind Cricket Association ഭാരവാഹികൾ, മെമ്പേഴ്സ്, പ്ലേയേഴ്സ്, മറ്റ് പങ്കെടുക്കുന്ന എല്ലാ സുഹൃത്തുക്കളെ, ഇത് നമുക്കൊരു ഒരു ഒരു ഫോർച്ചുനേറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് നമ്മൾ ഈ ഒരു അസോസിയേഷനെ, ബ്ലൈൻഡ് ക്രിക്കറ്റുമായിട്ടുള്ള ഈ ഒരു അസോസിയേഷനെ ആസ് എ കമ്പനി മുത്തൂറ്റ് കാണുന്നത്. കാരണം വളരെ നിഷ് ആയിട്ടുള്ള കുറെ ഏരിയാസിൽ മുത്തൂറ്റിന്റെ CSR ആക്ടിവിറ്റീസിലൂടെ നമ്മൾക്ക്
പാർട്ട്ണർ ചെയ്യാനും കുറച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യാനും സാധിക്കുന്നുണ്ടെന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ ഏറ്റവും സന്തോഷം തരുന്ന ഒരു അസോസിയേഷനാണ് കേരള ബ്ലൈൻഡ് ക്രിക്കറ്റ് അസോസിയേഷനുമായിട്ടുള്ളത്. ഇറ്റ്സ് സോ ഹാപ്പി. കഴിഞ്ഞൊരു 4 വർഷമായിട്ട് നമ്മൾ ഈ ഒരു പാർട്ട്ണർഷിപ്പ് തുടരുകയാണ്. ആൻഡ് ഐ എം സോ ഹാപ്പി ടു സീ ദാറ്റ് ഇതിലൂടെ ഒത്തിരി കളിക്കാർക്ക് ചലഞ്ചിങ് എന്ന് പറയുന്നത് ഐ എം നോട്ട് മെൻഷനിങ് അബൌട്ട് ദ ഫിസിക്കൽ ചലഞ്ചസ്, പക്ഷെ മറ്റ് ചലഞ്ചസ്, അതായത് ഓപ്പർച്യൂണിറ്റി, ഈ ഒരു സ്പോർട്ടിനോടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള പാഷൻ കൊണ്ട് നടക്കുന്ന, എന്നാൽ അതിനുവേണ്ടി ട്രെയിനിങ്ങിനോ അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കാനോ എങ്ങനെ മുമ്പോട്ട് വരണമെന്നോ എന്ന് യാതൊരു തരത്തിലുമുള്ള സപ്പോർട്ടോ ഒരു എനേബിളിംഗ് എൻവയോൺമെന്റ് ഇല്ലാത്ത ആൾക്കാർക്ക് ഒരു പ്ലാറ്റ്ഫോം ആവുകയാണ് കേരള ബ്ലൈൻഡ് ക്രിക്കറ്റ് അസോസിയേഷൻ. അതൊരു വലിയ കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിൽ ചെറുതെങ്കിൽ കൂടിയും ഒരു സപ്പോർട്ടീവ് ഒരു പാർട്ട്ണർ ആകാൻ വേണ്ടി മുത്തൂറ്റിന് സാധിക്കുന്നതിൽ നമ്മൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇത് കൂടുതൽ മികച്ച രീതിയിലും നമ്മൾ വളരെ ക്ലോസ് വാച്ച് ചെയ്യുന്ന ഒന്നാണ്. രജനീഷ് അതിന്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് ഈവൻ മറ്റ് ഫോറങ്ങളിൽ നിന്നൊന്നും, മറ്റ് CSR പാർട്ട്ണർഷിപ്പ് ഫോറങ്ങളിൽ നിന്നൊന്നും നമ്മൾക്ക് കിട്ടുന്നതിനേക്കാളും കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വളരെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് രജനീഷിന്റെ ഭാഗത്തു നിന്നും കേരള ബ്ലൈൻഡ് ക്രിക്കറ്റ് അസോസിയേഷന്റെ ഭാഗത്തു നിന്നും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് വളരെ ക്ലോസ് വാച്ച് ചെയ്യാനായിട്ടുള്ള, അത് നേരിട്ട് കാണുന്നത് പോലെ അനുഭവപ്പെടുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടിംഗ് ശൈലി കൂടിയാണ് എന്നുകൂടി പറയാനായിട്ട് ഞാൻ ഒരു അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ വി ആർ ഓൺ ദ സെയിം പേജ്. എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു, എന്ത് വരാൻ പോകുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റഡ് ആണ് എന്നുള്ളതൊരു സന്തോഷകരമായിട്ടുള്ള കാര്യം കൂടിയാണ്. സോ ഇന്നത്തെ ഞാനിപ്പോ ഒരു 10 മിനിറ്റ് വൈകിട്ടാണ് ജോയിൻ ചെയ്തത്. കാരണം നമ്മൾ മറ്റു കുറച്ച് കാര്യങ്ങളോട് നമ്മൾ സ്പോർട്സ് ഫണ്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം, മുത്തൂറ്റ് സ്പോർട്സ് വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു കമ്പനിയാണ്, ഒരു കോർപ്പറേറ്റ് ആണ്. കൊച്ചിയിൽ നമ്മളുടെ ഒരു ഫുട്ബോൾ അക്കാദമി, ഒരു ക്രിക്കറ്റ് അക്കാദമി ഒക്കെ നമ്മൾ നടത്തുന്നുണ്ട്. അതിൽ ഫുട്ബോൾ അക്കാദമി ഇപ്പോഴത്തെ കോവിഡ് ചലഞ്ചസ് കൂടി ആയപ്പോഴത്തേക്കും, അല്ലെങ്കിൽ തന്നെ ഫുട്ബോൾ അക്കാദമിക്ക് കൊച്ചിയിൽ ഒരു ഗ്രൗണ്ട് കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു മേജർ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റിലേക്ക് മുത്തൂറ്റ് സ്പോർട്സിൽ കടക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു അവസരം ഉപയോഗിക്കുകയാണ്. പാലക്കാട് മുത്തൂറ്റിന് ഒരു 16 acres ഓഫ് ലാൻഡ് പാലക്കാട് വടകരപ്പതി എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. അപ്പോൾ അവിടെ ഒരു ഫിഫ സ്റ്റാൻഡേർഡിൽ, ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം നമ്മൾ കൺസ്ട്രക്ഷൻ തുടങ്ങുകയാണ്. അത് ഒരു 3 വർഷത്തിനകമാണ് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതോടുകൂടി തന്നെ അതിന്റെ കൂടെ ക്രിക്കറ്റ്, ബാഡ്മിന്റൺ, വോളിബോൾ, അതുപോലെ എല്ലാ തരത്തിലുമുള്ള ഒരു സ്പോർട്സ് ഫെസിലിറ്റി ആയിട്ട് ആ ഒരു പ്രോപ്പർട്ടിയെ മാറ്റിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ബ്ലൂ മുത്തൂറ്റിന്റെ ഒരു ഓബ്ജക്റ്റീവ്, ഒരു ഗോൾ എന്ന് പറയുന്നത്. അപ്പൊ വി ആർ സ്റ്റാർട്ടിംഗ് വിത്ത് ഫുട്ബോൾ സ്റ്റേഡിയം ഫസ്റ്റ്. പക്ഷെ ഗോയിങ് ഫോർവേഡ് നെക്സ്റ്റ് അടുത്ത 2ാമത്തെ സ്റ്റേജിൽ അതിൽ ക്രിക്കറ്റിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ടാകും. കൂടുതൽ അക്കാദമിക് സ്പോർട്സിനെ ഒരു അക്കാദമിക് ഇൻട്രസ്റ്റോട് കൂടി കാണുന്നതിന് വേണ്ടിയിട്ടുള്ള താല്പര്യമുള്ള ആൾക്കാർക്ക് അതിനു വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് കൊണ്ടുവരണം നമ്മൾ മാനേജറിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളിലൂടെ നമ്മൾ ഈ ഒരു ബ്ലൂ മുത്തൂറ്റ് സ്പോർട്സ് ഹബ്ബിൽ പ്രൊപ്പോസ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾ കുറച്ചും കൂടെ സ്പോർട്സിൽ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരാണ് പല തലങ്ങളിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, ഇവിടെ കുട്ടികൾക്ക് പ്രോപ്പർ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസിന്റെ അപര്യാപ്തത ഇവിടെയുണ്ട്. അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതിന്റെ ഒരു ചിന്തയുടെ ഭാഗമായിട്ട് കൂടിയാണ് ഇങ്ങനൊരു എഫേർട്ടിലേക്ക് മുത്തൂറ്റ് കടക്കുന്നത്. അപ്പം അതിന്റെ കൂടുതൽ ഒരു മ്യൂസിയം ആകാം, സ്പോർട്സിനെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ അക്കാദമിക് ഇൻട്രസ്റ്റ് താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള റെഫറൻസ് സൗകര്യമുള്ള ഒരു ഫെസിലിറ്റി ആകാം, ലൈബ്രറി നമുക്ക് വേണം, നമുക്ക് സ്പോർട്സിനെ സംബന്ധിച്ചിട്ടുള്ള റിസർച്ച് ഫെസിലിറ്റീസ് വേണം. ഇങ്ങനെയൊക്കെയുള്ള വളരെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻസ് നടത്തിയിട്ട് കൂടിയാണ് മുത്തൂറ്റ് ഈ ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങുന്നത്. So I'll get back to you with the updates on these developments for Muthoot Blue Sports Hub. Our infrastructure കുറിച്ചുള്ള അപ്ഡേറ്റ്സ് ഞാൻ കൂടുതൽ പിന്നീട് പറയാം. ഈ ഒരു അവസരത്തിൽ ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളോടും അവരോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. കേരള ബ്ലൈൻഡ് ക്രിക്കറ്റ് അസോസിയേഷന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. മുത്തൂറ്റിന്റെ മാനേജ്മെന്റിനോട് നേരത്തെ രജനീഷ് പറഞ്ഞു, ഓരോ കാര്യം റിവൈസ്ഡ് ബഡ്ജറ്റ് വരുമ്പോഴൊക്കെ അതിനുള്ളൊരു സപ്പോർട്ട് തരുന്നതിന് രജനീഷ് എന്റെ പേരാണ് റെഫർ ചെയ്തത്. ബട്ട് ഐ ആം ജസ്റ്റ് ഇൻസ്ട്രുമെന്റൽ. നമ്മുടെ മാനേജ്മെന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ അതിന് അത്രയേതായ സീരിയസ്നെസ് അതിന്റെ കാര്യങ്ങൾ എടുക്കുകയും ആ വരുന്ന ഓരോ കാര്യങ്ങൾക്കും അപ്രൂവൽ തരികയും ചെയ്യുന്നത്. സോ ഐ കൺവേ the acknowledgement to Muthoot management and family. Thank you so much. Thank you. Thank you, sir. Thank you, sir. Mr. James Ondo.
Mr. James is there? ജെയിംസ് സർ ജോയിൻ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു സാറേ. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. ഈ ഡോക്ടർ പ്രശാന്ത് പറഞ്ഞതുപോലെ മുത്തൂറ്റ് സ്പോർട്സിന് വളരെയധികം സപ്പോർട്ട് കൊടുക്കുന്നതാണ്. മുത്തൂറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്ലബിൽ എറണാകുളത്ത് ഞാനും കളിക്കുന്നതാണ്. കഴിഞ്ഞ 10 വർഷത്തിന് മേളിലായിട്ട് ഞാനും കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സോ ഐ എം പാർട്ട് ഓഫ് ECC, Ernakulam Cricket Club. I've been playing league crickets for almost 10 years now for ECC. Okay, right. Yes. Okay. Thank you. പ്രശാന്ത് സാർ, തീർച്ചയായിട്ടും നമ്മുടെ ബ്ലൈൻഡ് ക്രിക്കറ്റിന് ഞാൻ പറയാതെ തന്നെ നമുക്ക് റെക്കഗ്നേഷൻ കിട്ടുമെന്ന് തോന്നുന്നു. അവിടുന്ന് വേണ്ട ഇതെല്ലാം ഈ പറയുന്ന സ്പോർട്സ് കേട്ടിട്ട് തന്നെ നമുക്ക് വളരെ ഒരു എന്താ പറയാ ഒരു അത്രയും ഒരു ആകാംക്ഷയുണ്ട്. അപ്പം ബ്ലൈൻഡ് ക്രിക്കറ്റിനും കൂടി അവിടെ ഒരു സ്പേസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു സർ. Definitely, Rajneesh. Thank you sir. Thank you Prashant, and looking forward for continued support from Muthoot. അടുത്തതായി നമ്മുടെ കൂടെ ഉള്ളത് ക്രിക്കറ്റ് മാത്രമല്ല, ക്രിക്കറ്റും ലൈഫ് സ്കിൽസും ഇത് രണ്ടും CABK സപ്പോർട്ട് ചെയ്യുന്ന UST ആണ്. UST റെപ്രസെന്റ് ചെയ്ത് നമ്മുടെ കൂടെ 2016 മുതൽ ദേ ആർ സപ്പോർട്ടിംഗ് CABK. നമ്മുടെ കൂടെ 2 പേരുണ്ട്. One is Mr. Sunil Balakrishnan, who is the Chief Value Officer and Global Head for Development and Center Operations, and the CSR Ambassador, Mr. Prashant Subramaniam. 2 പേരും ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ 2 പേരെയും കണ്ടു എന്ന് തോന്നുന്നു. Okay, welcoming both of them and I'm inviting them to offer their felicitations and to propose the way forward. Rajneesh, you want to add, Rajneesh? സർ, ഞാൻ സുനിൽ സാർ സംസാരിച്ചിട്ട് ആഡ് ചെയ്യാം. Fine. Okay. Thank you, AB, and thank you, Rajneesh. Chief guest, Mr. Narayanan Kutty, brand ambassador, Ms. Minnu Mani, all players, their family members, all the well-wishers, representatives from Muthoot, UST, and ladies roundtable. എല്ലാവർക്കും വളരെ നല്ലൊരു സുപ്രഭാതം. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. രജനീഷ് ചിലപ്പോൾ ഓർക്കുന്നുണ്ട്, കുറച്ചു കാലമായിട്ട് നമ്മൾ സംസാരിച്ചിട്ട് ഏതാനും മാസങ്ങളായി. അപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, ഇപ്പൊ ഒന്നും കേരള ബ്ലൈൻഡ് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഒന്നും കേൾക്കാറില്ലല്ലോ. അപ്പോഴാണ് രജനീഷിന്റെ മെസ്സേജ് ഇന്നലെ മിനിയാന്നോ വന്നത്. അപ്പൊ വീണ്ടും ഇവിടെ നമ്മുടെ പരിപാടികൾ ഈ വർഷം വീണ്ടും തുടങ്ങുന്നു എന്നറിഞ്ഞത് വളരെ വളരെ സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. നേരത്തെ ശ്രീ എബി പറഞ്ഞതുപോലെ 2016 തോന്നുന്നല്ലേ രജനീഷ്, നമ്മുടെ വേൾഡ് കപ്പ്, ബ്ലൈൻഡ് ക്രിക്കറ്റിന്റെ വേൾഡ് കപ്പ് കൊച്ചിയിൽ നടന്നത്. 2 മാച്ചസ് കൊച്ചിയിൽ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ആദ്യമായിട്ട് വ്യക്തിപരമായിട്ട് ഞാനൊന്ന് ബ്ലൈൻഡ് ക്രിക്കറ്റ്, കേരളത്തിൽ ഒരു ബ്ലൈൻഡ് ക്രിക്കറ്റ് അസോസിയേഷൻ ഉണ്ടെന്നും ഇന്ത്യക്ക് ഒരു ടീം ഉണ്ടെന്നും ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് അന്നായിരുന്നു. അന്ന് മുതൽ രജനീഷുമായിട്ടും കേരള ബ്ലൈൻഡ് ക്രിക്കറ്റ് അസോസിയേഷനായിട്ടും അടുത്ത് പരിചയപ്പെടാനും പ്രവർത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് പാലസ് ഓവൽ ഗ്രൗണ്ടിൽ ഒരു ചെറിയൊരു ടൂർണമെന്റ് നടത്തിയിരുന്നു. എന്തായാലും ഈ കഴിഞ്ഞ 5-6 വർഷത്തിനിടയ്ക്ക് കേരള ബ്ലൈൻഡ് ക്രിക്കറ്റ് അസോസിയേഷൻ നമ്മൾ പരിചയപ്പെട്ടതിന് ശേഷം ഉള്ള സമയത്ത് the amount of work which you have done, the progress you have made, it is incredible. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, 2 വർഷം മുമ്പ് നമ്മളുടെ പെൺകുട്ടികളുടെ ക്രിക്കറ്റ് ടീം ആദ്യമായിട്ട് കേരളത്തിന് പുറത്ത് പോയി ഡൽഹി പോയിട്ട് ഒരു ടൂർണമെന്റിൽ പങ്കെടുത്തു. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇനിയും ഈ വർഷം, കഴിഞ്ഞ ഒരു വർഷം എനിക്ക് തോന്നുന്നത് പ്രോബ്ലി ഒരു കംപ്ലീറ്റ് വാഷ് ഔട്ട് ആയിരുന്നു. ഒന്നും കാര്യമായിട്ടൊന്നും നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അതിപ്പോ ഈ ക്രിക്കറ്റിൽ മാത്രമല്ല, whether it is normal cricket or blind cricket or any other sport, people were really suffering, and I know probably nobody has got a chance to practice or get involved in the sport. അപ്പോൾ നമുക്ക് ആശ്വസിക്കാം, എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലും മാസങ്ങളിലും കാര്യങ്ങൾ മെച്ചപ്പെടുമെന്നും എവറിത്തിങ് വിൽ ഗെറ്റ് ബാക്ക് ടു നോർമൽ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോ സീസൺ കിക്ക് ഓഫ് ചെയ്യുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ആൺകുട്ടികളും നേരത്തെ രജനീഷ് പറയേണ്ട, ഇതുവരെ നമുക്ക് ക്വാർട്ടർ ഫൈനലിൽ എത്താൻ പറ്റിയിട്ടുള്ളൂ എന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇനി ഈ വർഷവും ഇനിയുള്ള വർഷങ്ങളിലും ബോത്ത് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ടീം അതിൽ നിന്നും കുറെ കൂടി മുന്നോട്ട് പോയി ചാമ്പ്യന്മാരാകുന്നവരെയുള്ള നമ്മുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ ചെറിയ തരത്തിൽ ഈ വളരെ വലിയൊരു ഇനിഷ്യേറ്റീവിനെ ഒരു ചെറിയ വിധത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയതിൽ USTക്ക് വളരെ സന്തോഷമുണ്ട്. ഗോയിങ് ഫോർവേഡ് ഓൾസോ വി വിൽ കണ്ടിന്യൂ ടു ഡു things in whichever way we can. We will continue to support Kerala Blind Cricket Association. And once again, I wish all of you, all the players, both the men and women's team, the organizers,
ഓഫീസ് ബെയറേഴ്സ് ഓഫ് കേരള ബ്ലൈൻഡ് ക്രിക്കറ്റ് അസോസിയേഷൻ എല്ലാവർക്കും എല്ലാ ഭാവുകങ്ങളും നേരുന്നു. കൂടാതെ ഡോക്ടർ പ്രശാന്ത് പാലക്കാട് ഒരു അക്കാഡമിയും ഒരു സ്പോർട്സ് കോംപ്ലക്സും തുടങ്ങുമെന്ന് പറഞ്ഞ് എനിക്ക് ഒരു പാലക്കാടുകാരനാണ് ഞാൻ, അതുകൊണ്ട് എനിക്ക് അതൊരു അഡീഷണൽ ആയിട്ട് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. അപ്പൊ അതിനും എല്ലാ ഭാഗങ്ങളും ഓൾ ദി ബെസ്റ്റ് ഫോർ ദാറ്റ്. അപ്പോൾ ലുക്കിംഗ് ഫോർവേഡ് ടു സീയിങ് ദാറ്റ് കമ്മിങ് അപ്പ് ആൻഡ് വി മേക്കിംഗ് എ ഹ്യൂജ് ഇമ്പാക്ട് ഓൺ ദ സ്പോർട്സ് ഏരിയ ഓഫ് കേരള. Thank you everyone. Thanks for having me in this meeting, and once again all the very best to all the players. താങ്ക് യു സുനിൽ സർ. എബി സാറേ ഒരു 2 വാക്ക് ഞാൻ ആഡ് ചെയ്യാം. പ്രശാന്ത് സാറോട് സംസാരിച്ചിട്ട് മതിയോ? ഞാൻ ഇൻ ബിറ്റ്വീൻ പറയാം. അപ്പൊ പ്രശാന്ത് സാർ രണ്ടുപേരും എടുത്തു പറയേണ്ട 2 വ്യക്തികളാണ്. സുനിൽ സാർ വഴി ആണ് നമ്മൾ UST എത്തുന്നത് സത്യം പറഞ്ഞാൽ. അപ്പം USTയുടെ സപ്പോർട്ട് വളരെ വലിയൊരു സപ്പോർട്ട്. നമ്മൾ ആദ്യം ഞങ്ങളുടെ മെൻസ് ക്രിക്കറ്റ് ഉള്ള സമയത്താണ് തുടങ്ങിയത്. വേൾഡ് കപ്പും ഒരു നൈറ്റ് ടൂർണമെന്റും ആണ് സ്പോൺസർ ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ ഈ വിമൻസ് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ ക്രിക്കറ്റ് നമ്മൾ വിമൻസിനും മെൻസ് ക്രിക്കറ്റിലാണെങ്കിലും നമ്മളുടെ ഒരു ക്രിക്കറ്റിലൂടെ ക്രിക്കറ്റ് മാത്രം കളിക്കുക അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് എന്നുള്ളതിനപ്പുറത്ത് ക്രിക്കറ്റിലൂടെ ഞങ്ങളുടെ ഓഫീസ് ബെയറേഴ്സ് എല്ലാവരും തന്നെ പല പൊസിഷനിൽ എത്തിയവരാണ്. അപ്പൊ ഞങ്ങൾ മനസ്സിലാക്കിയത് ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞങ്ങളിലുണ്ടായ പല മാറ്റങ്ങൾ എന്നുള്ളതാണ്. ഞങ്ങൾ ഇവിടെ എത്തിയതിന് ശേഷം അതൊരു റിവേഴ്സ് സ്റ്റഡി നടത്തിയപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ അതിനെ തുടർന്നാണ് ഞങ്ങൾ ബ്ലൈൻഡ് ആയിട്ടുള്ള ഈ അസോസിയേഷൻ ഭാരവാഹികളെല്ലാവരും വളരെ ആക്റ്റീവായിട്ട് ക്രിക്കറ്റിന്റെ ഒപ്പം തന്നെ ഞങ്ങൾക്ക് എന്തൊക്കെ കിട്ടിയോ അതെല്ലാം അത് നമുക്ക് ഡെലിബറേറ്റ്ലി അപ്ലൈ ചെയ്യാന്നുള്ളതാണ് നമ്മൾ തുടങ്ങിയത്. അതിന്റെ ഭാഗമായിട്ട് സ്കിൽ ഡെവലപ്മെന്റും കൂടി നമ്മൾ തുടങ്ങിയപ്പോഴാണ് ഈ പറയുന്ന പ്രോഗ്രാംസ് നമ്മൾ ആഡ് ഓൺ ചെയ്തത്. അതിൽ നമ്മൾ ലാംഗ്വേജ് ലേണിംഗ് പ്രോസസ്സ് നടത്തുന്നുണ്ട്. അതേപോലെ മാർഷൽ ആർട്സ് ട്രെയിനിങ് ഗേൾസിന് നമ്മൾ സ്പെഷ്യലി കുക്കിങ്ങും മാർഷൽ ആർട്സ് യോഗ ഇതൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അതിൽ മാർഷൽ ആർട്സ് ട്രെയിനിങ് നമുക്ക് തുടങ്ങാൻ പറ്റിയിട്ടില്ല. യോഗ അതേപോലെ കുക്കിങ്ങും വളരെ ആക്റ്റീവായിട്ട് ആ ഒരു പ്രോജക്റ്റിലേക്കാണ് UST ഇപ്പൊ ഞങ്ങളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഗേൾസ് സുനിൽ സാറ് പറഞ്ഞതുപോലെ നമ്മൾ കുറച്ച് നാളായിട്ട് കോവിഡിന്റെ ഒരു ഇതുകൊണ്ട് നമുക്ക് വേണ്ടതുപോലെ ഒരുമിച്ച് ചേരാൻ പറ്റുന്നില്ല. പക്ഷെ ഗേൾസ് ഇൻഡിവിജ്വലി അവര് പല സ്ഥലങ്ങളിലായിട്ട് അവര് ഒരുമിച്ച് കുക്കിംഗ് ട്രെയിൻ ചെയ്യുന്നുണ്ട്. വളരെ ഉടനെ തന്നെ അത് ഞാൻ ഇപ്പൊ തൽക്കാലം പറയുന്നില്ല. ആ ട്രെയിനിങ് അവർ തുടങ്ങും. അതിന് ഒരു സർപ്രൈസ് ഞങ്ങൾ ക്രിസ്മസ് ആകുമ്പോഴത്തേക്ക് ചെയ്യുന്നതായിരിക്കും. ഞങ്ങളുടെ ഗേൾസ് അതേപോലെ അവര് എഫേർട്ട് എടുക്കാൻ തയ്യാറാണ്. കോവിഡിന്റെ സമയത്ത് അത് ചെയ്യുന്നുണ്ട്. പിന്നെ നാഷണൽ ടൂർണമെന്റ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ നമ്മൾ ബയോ ബബിൾ വെച്ച് ചെയ്തിരുന്നു. അതിൽ കേരള ടീം ഇവിടെ ട്രെയിൻ ചെയ്തില്ല, പക്ഷെ ബാംഗ്ലൂരിൽ ട്രെയിൻ ചെയ്തിട്ടാണ് നാഷണൽ ടൂർണമെന്റിൽ പങ്കെടുത്തത്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, ക്വാർട്ടർ ഫൈനലിൽ ആണ് എത്തുന്നത്. പക്ഷെ നമ്മുടെ കേരള ടീം ലാസ്റ്റ് 3 years ചെയ്യുന്ന ഫൈറ്റ് എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഞങ്ങളുടെ പ്ലെയേഴ്സിനെ ഇവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഞാൻ അവരെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. കാരണം റാങ്ക് നമ്പർ 5 ആണ് ഇപ്പൊ ഇന്ത്യയിൽ അവരുള്ളത്. ക്വാർട്ടർ ഫൈനൽസിൽ നമ്മൾ പോകുന്നുണ്ടെങ്കിലും വളരെ എന്താ പറയാ 17 runs 10 runs എന്നുള്ള ഷോട്ടിലേക്കാണ് പോകുന്നത്. സോ വി ബിലീവ് ദാറ്റ് ഡെഫിനറ്റ്ലി they will reach as a title. അപ്പോൾ അതുകൊണ്ട് ഇതും കൂടി ഞാനൊന്ന് അറിയിക്കാൻ. അപ്പൊ USTയുടെ സപ്പോർട്ട് വിമൻസ് ക്രിക്കറ്റിന് വലിയൊരു മാറ്റമാണ് ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യത്തെ ഒരു കാര്യം കൂടി ഞാൻ USTയും മറ്റുള്ളവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് ആകെ 14-15 ഗേൾസ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അത് ഇപ്രാവശ്യം അത് നേരെ 28 മാറിയിരിക്കുകയാണ്. ഇപ്രാവശ്യം 28 ഗേൾസ് ന്യൂ സീസണിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനൊക്കെ സപ്പോർട്ട് എന്ന് പറയുന്നത് USTയുടെ സുനിൽ ബാലകൃഷ്ണൻ സാറും പിന്നെ അതേമാതിരി CSR ഹെഡ് ആയിട്ടുള്ള പ്രശാന്ത് സാറിന്റെ അടുത്ത് നമ്മൾ എന്ത് പ്രോജക്റ്റ് എങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു സാർ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ തന്നെ സാർ അത് നമുക്ക് ചെയ്യാൻ രജനീഷ് എന്ന് പറഞ്ഞിട്ട് സാർ അപ്പൊ തന്നെ അത് ഏറ്റെടുക്കും. അപ്പൊ ആ ഒരു ഇൻസ്പിറേഷന് ആ ഒരു സപ്പോർട്ടും ആണ് നമ്മളെ കൂടുതൽ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ ക്രിക്കറ്റിന്റെ ഒപ്പം തന്നെ നമ്മൾ സ്കിൽ ഡെവലപ്മെന്റും ചെയ്യുന്നുണ്ട്. അത് ബോയ്സ് അക്കാഡമി കുട്ടികൾക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. സീനിയർ മെൻ എന്ന് പറയുന്നത് നമ്മൾ അവർക്ക് ഇപ്പൊ ട്രെയിനിങ് ആയിട്ട് നേരിട്ട് കൊടുക്കുന്നില്ലെങ്കിലും ദേ ആർ ഓൾസോ ഇൻവോൾവ് ഇൻ ദിസ്. ഓക്കെ, താങ്ക് യു സർ. അപ്പോൾ പ്രശാന്ത് സാറിനെ ക്ഷണിക്കാം സർ. താങ്ക് യു രജനീഷ്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം, പ്രത്യേകിച്ച് ഈ കോവിഡ് സമയത്ത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഒരുപാട് ഗുഡ് ന്യൂസ്, സന്തോഷ വാർത്തകൾ കേൾക്കാൻ ഇടയാവുന്ന ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. അതിൽ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. കാരണം
നമ്മൾ ഏതൊരു പരിപാടിക്ക് പോകുമ്പോഴും കോവിഡും അങ്ങനത്തെ കാര്യങ്ങളാണ് കഴിഞ്ഞ 1.5 വർഷമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. CSRൽ ഇടപെടുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് അറിയാവുന്നതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ഇൻസ്പിറേഷണൽ ആയിട്ടുള്ളൊരു മീറ്റിങ്ങും അതിന്റെ ഡിസ്കഷൻസിലും പങ്കെടുക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. അപ്പോൾ ഈ പുതിയ സീസൺ തുടങ്ങുമ്പോൾ എല്ലാവർക്കും, എല്ലാ പ്ലേയേഴ്സിനും CABK ആസ് എൻ ഓർഗനൈസേഷൻ, അതിന്റെ ഭാരവാഹികൾ, and the special project that Muthoot is actually going to run in Palakkad, എല്ലാവർക്കും എൻ്റെ ഭാവങ്ങൾ നേരുന്നു. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എല്ലാവർക്കും. വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, CABKനെ കുറിച്ചിട്ട് എൻ്റെ ഒരു കഴിഞ്ഞ 2 വർഷത്തിൻ്റെ ഇടപെടലുകളിൽ നിന്നും ക്രിക്കറ്റിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഒരു സംഘടനയിലേക്കാൾ ഉപരി ഞാൻ CABKയിൽ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഏതൊരു ചാലഞ്ചിങ് സിറ്റുവേഷൻ വരുമ്പോഴും CABKയുടെ അംഗങ്ങളെ മുഴുവൻ ഒരു ഫാമിലി പോലെ കൊണ്ടു നടക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. അതായത് ഫ്ലഡ് സമയത്തുണ്ടായപ്പോഴും കോവിഡ് സമയത്തുണ്ടായപ്പോഴും ഓരോ ഫാമിലീസിനെയും അതെങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു, അത് വെറുതെ നോക്കി നിൽക്കാതെ അവരെ സഹായിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ രജനീഷ് ആൻഡ് ടീം ഇതിൽ പങ്കെടുത്തിട്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പലതും ഇവിടെ ചർച്ച ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി അറിയാം, രജനീഷായിട്ട് സംസാരിക്കുമ്പോൾ പല ഫാമിലീസിനെ റീച്ച് ഔട്ട് ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു ഫാമിലി പോലെ തന്നെ ഇതിനെ റൺ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ മോർ ദാൻ ഒരു ഒഫീഷ്യൽ തിങ്ങിനേക്കാട്ടിലും ഉപരി ഇതൊരു ഫാമിലി കൈൻഡ് ഓഫ് കമ്മ്യൂണിറ്റിയും കൂടെ ആയിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാ നന്മകളും ഭാവങ്ങളും നേരുന്നു. സുനിൽ സാർ, രജനീഷ് സാർ എല്ലാവരും പറഞ്ഞതുപോലെ ക്വാർട്ടർ ഫൈനലല്ല, ഫൈനലിലെത്തി ഒരു കപ്പ് കൊണ്ടുവരുന്ന ഒരു നാളേക്ക് ആണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷ അർപ്പിക്കുന്നത്. അതിൽ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും എല്ലാവരും ഭയങ്കര മിടുക്കന്മാരും മിടുക്കികളുമാണ്. എന്നാൽ നമുക്ക് തന്നെ നേരിട്ട് അനുഭവമുള്ളതാണ്. അത് എത്രയും തന്നെ സാഫല്യമാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും എല്ലാ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു. താങ്ക് യു മിസ്റ്റർ സുനിൽ ആൻഡ് മിസ്റ്റർ പ്രശാന്ത് പറഞ്ഞതുപോലെ യെസ്, ഓൺ എ പോസിറ്റീവ് നോട്ട് ഒരു മീറ്റിംഗിൽ ഇരുന്നിട്ട് കുറെ നാളായി, ഏതാണ്ട് 1.5 വർഷമായി. ഇറ്റ് ഈസ് റിയലി എ നൈസ് ഫീലിംഗ് ടു ബി ഹിയർ ടോക്കിംഗ് ലോട്ട് ഓഫ് പോസിറ്റീവ് തിങ്സ്. ഞാൻ ഇവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് തുടങ്ങിയ കാലം മുതൽ കാണുന്നത് ഇവർ രണ്ടുപേര്, ഞാൻ കൂടുതലായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുള്ള 2 പേര്, രജനീഷും അനിലും, കയ്യിൽ നിന്ന് കാശിട്ട് അസോസിയേഷനിലെ പല കാര്യങ്ങളും നടത്തിക്കൊണ്ട് പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ ബിക്കോസ് ദേ വെർ ഏർണിംഗ്, ദേ ഹാഡ് ടു പുട്ട് ഇൻ മണി ഫ്രം ദ പോക്കറ്റ് ആൻഡ് റൺ ദ ഷോ. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. സന്തോഷമുണ്ട് ഇവിടെ, സന്തോഷിന് അറിയാം, സന്തോഷം അതിന്റെ ഒരു ഭാഗമാണ്. അങ്ങനെ കുറെ പേര്. അപ്പം ഈ മുത്തൂറ്റ് UST, one more well wishers there to talk, the ladies round table from Kottayam. അവരാണ് അടുത്ത സംസാരിക്കാൻ വരുന്നത്. ഇവരെല്ലാമാണ് ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു സഫീഷ്യന്റ്ലി സെൽഫ് സഫീഷ്യന്റ് എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് അവരെ എത്തിച്ചത്. യു ഓൾ റിക്വയർ എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ടു ഹാൻഡ്ലിംഗ് ദിസ്. ബിഫോർ വി മൂവ് ഓവർ ടു ദ ലേഡീസ് റൗണ്ട് ടേബിൾ, ലെറ്റ്സ് ഹിയർ എ സോങ്. പാട്ട് പാടാനായിട്ട് നർമ്മദ കുട്ടിയെ ക്ഷണിക്കുന്നു. നർമ്മദ, ഓവർ ടു യു. എബി സർ, നർമ്മദയെ പറ്റി ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട് സർ. പ്ലീസ് ഗോ അഹെഡ്. സർ, നർമ്മദ നമ്മുടെ ലാസ്റ്റ് ഇയറിലെ ബെസ്റ്റ് ബാല്യം അവാർഡിന് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ നിന്ന് നോമിനേറ്റ് ചെയ്യപ്പെട്ട നോർമൽ കുട്ടികളുടെ ഒക്കെ കൂട്ടത്തിൽ നിന്നും ഒരു കുട്ടിയാണ്. ആ ഒരു കാര്യം കൂടി ഞാൻ ഒന്ന് ജസ്റ്റ് പറയാൻ ആഗ്രഹിക്കുന്നു. നർമ്മദ ഉണ്ടോ അവിടെ? മൈക്ക് ഓൺ ചെയ്യാമോ? നർമ്മദ മൈക്ക് ഓൺ ചെയ്ത് പാട്ട് പാടാമോ? യെസ്, നർമ്മദ വിട്ടു എന്നാണല്ലോ കാണുന്നത്. നർമ്മദ രവി ആണോ? നർമ്മദ രവി തന്നെയാണ്. മീറ്റിംഗ് നിന്ന് വന്നു പെട്ടെന്ന്. അതെയോ, ചിലപ്പോ ടെക്നിക്കൽ എറർ ആണോ? നമുക്ക് മുമ്പിലേക്ക് പോയാലോ? വി വിൽ ഹാവ് നർമ്മദ singing for us after this. Yes sir. Okay, അപ്പോൾ
അടുത്തത് വിമൻസ് ക്രിക്കറ്റിന് വളരെയധികം സഹായം ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ, ദ ലേഡീസ് റൗണ്ട് ടേബിൾ ഓഫ് കോട്ടയം. അവിടെ നിന്ന് 3 പേരുടെ പേരാണ് എനിക്ക് കിട്ടിയിരുന്നത്. ഞാൻ ഒരാളെ എൻ്റെ സ്ക്രീനിൽ കാണുന്നുള്ളൂ. ദ കറന്റ് ചെയർപേഴ്സൺ നീലം വർഗീസ്, the past chairperson CR Sneha and the project coordinator Priya. 3 പേരുടെ പേരാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. I think Neelam is here. I'm seeing Neelam, but then Hi. ബാക്കിയുള്ളവരുണ്ടോ മാഡം? I think Sneha had also joined. I don't know whether she's there at the moment. Okay, because I mean in my screen I cannot see her. I mean, Yeah, she's there. She's there too. Okay, that's good. Yeah, can we hear from you? Sure. Rajneesh, you will pitch in between, or you want to do it now? സർ, നീലം മാമിനെ ഞങ്ങൾ ജസ്റ്റ് കോണ്ടാക്ട് ചെയ്തതാണ്. ഈ ലേഡീസ് റൗണ്ട് സർക്കിളിന്റെ, കോട്ടയം ലേഡീസ് സർക്കിളിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല്, മാമിനെ ഞങ്ങൾ ഇതുവരെ കണ്ടില്ല. പക്ഷെ സ്നേഹ മാം ഉള്ളപ്പോഴും അതിന് മുമ്പുള്ള ടീമും ഒക്കെ തന്നെ ഇവർ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ഒരു ടീം വന്നു കഴിയുമ്പോൾ അവർ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ തന്നെ നെക്സ്റ്റ് ടീമിനെ കൂടി നമ്മളെ പറ്റി പറഞ്ഞ് സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ആണ് അവർ വിടുക. അപ്പൊ അങ്ങനെയാണ് നീലം മാമിനെ പരിചയപ്പെടുന്നത്. സ്നേഹ മാം ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. സോ വി ഡിഡ്ന്റ് മീറ്റ് ഹർ, ബട്ട് മീറ്റ് ചെയ്യാത്ത പോലെ തോന്നുന്നില്ല. കാരണം ലേഡീസ് സർക്കിള് നമ്മളുടെ കൂടെ എല്ലാ സമയത്തും ഉണ്ട്. ഓരോ സീസണിലും അവർക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ ബെസ്റ്റ് അവർ ചെയ്യാറുണ്ട്. സോ താങ്ക്സ് ടു സ്നേഹ മാം ആൻഡ് ദ എൻറ്റയർ ലേഡീസ് സർക്കിൾ. Okay, sir. Over to you, Ms. Neelam. So, Abhi, the thing is, every year, each of us in the circle takes up the position of chairperson. So, ee vashathe chairperson aanu njan. So, the previous one was Priya, adinu mumbu aayirunnu Sneha. Okay. So, hello everyone. Good afternoon. At the outset, I would like to thank Rajneesh for giving us this opportunity to be part of this August gathering. It's a true privilege. It's definitely a privilege to be part of the inauguration of a brand new season of cricketing, and in whichever small way that our association has been able to support the cricketing team, we are truly honored. And it's so warm and heartening to see the support from the other associations and other companies in this endeavor to take cricketing forward. So I wish you all the very best on behalf of Kottayam Ladies Circle number 48. Thank you so much. Sneha ma'am? Sneha? Yeah. Hi. So I'm not prepared to speak actually today, but I just want to share my experience over the years. So like Neelam said, each year this mantle of chairpersonship is handed over. So during my year, I had the chance to meet Rajneesh, and first of all, the messages he sent, I had no idea he also had a eyesight problem. It was so pakka. That is a testimony to how hard he is working for this. And he was always, whenever like I said something related to this, he always took 5 steps forward, and he was so passionate, and that gave us the will to work more for this and support this cause. It was just amazing to see what he and the rest of the group had been doing, and we also had a chance to help the school which is associated with it, and it was all a big learning experience for me and my team, and I'm really grateful. That's why every year, like we as a unit, we are saying we need to support them, because there's no better thing than supporting the sports agenda, and that to a girls team which has reached so well. So thank you so much, all of you, for giving us the opportunity. I feel it is us who is blessed to be a part of this organization. Thank you. Thanks a lot, Ms. Neelam and Ms. Sneha. Ms. Priya is here. Is she? No, I don't think she made it today. Okay. Thanks a lot. I mean, it's really, really good to see that you've taken it as a continuing project, which I'm also part of a similar organization, a similar social organization, but then to handle a project and take it forward on a continuous basis is really a good thing. All the best, and please do continue to support CABK in whatever ways you can.
looking forward. Thank you once again, Ebi sir. Adding on this, ഇവരുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഇപ്പൊ പ്രിയ മാം ഇന്ന് ഇവിടെ ജോയിൻ ചെയ്തിട്ടില്ല. ആക്ച്വലി ഇവരുടെ ടീമില് പ്രോജക്റ്റിൽ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ കൂടി they will connect somebody else. And എന്താ വെച്ച് കഴിഞ്ഞാൽ I can't reveal that actually നമ്മളുടെ ഒരു ഗേൾ ക്രിക്കറ്റർക്ക് എന്താ പറയുക, ഇന്ന് നമ്മളുടെ ഇത്രയും സാഹചര്യങ്ങളൊക്കെ ഇന്ത്യയിൽ പല സ്കീമുകളൊക്കെ ഉണ്ടെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി ഒരു ടോയ്ലറ്റ് ഇല്ലാത്തൊരു വീട് കാണാനായിട്ട് ഇടയായി. അപ്പോൾ ഈ കാര്യം നമ്മൾ അപ്രോച്ച് ചെയ്ത് നമ്മൾ എങ്ങനെ ട്രൈ എന്ന് പറഞ്ഞ പല തരത്തില് ട്രൈ ചെയ്ത സമയത്ത് പ്രിയ മാം ആക്ച്വലി ഇന്ന് വന്നിട്ടില്ല. പക്ഷെ നമ്മൾ പറഞ്ഞ സമയത്ത് അവർക്ക് പ്രോജക്റ്റ് ആയിട്ട് അങ്ങനെ ഇൻഡിവിജ്വലിന് ചെയ്യാൻ പറ്റില്ല. ഷീ കണക്റ്റഡ് അതർ പേഴ്സൺ ആൻഡ് ഷീ കെയിം ഓൾസോ ഹിയർ. ഓക്കെ കേൾക്കുന്നത് മൈക്ക് ഒന്ന് ക്ലോസർ ആക്കണം. ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് ബ്രേക്ക് ചെയ്യുന്നു രജനീഷ്. ഇപ്പൊ കേൾക്കാം, ക്ലിയർ കേൾക്കാമോ സർ? ക്ലിയർ, പ്ലീസ് ഗോ അഹെഡ്. കേൾക്കാം രജനീഷ്. ഓക്കെ. അപ്പൊ മാം കണക്ട് ചെയ്തിട്ടാണ് ആ പേഴ്സണും നമ്മളുടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തു തരാനായിട്ടുള്ള ഒരു മനസ്സ് ഈ ഒരു ടീമിന് ഉണ്ടെന്നുള്ളതും കൂടി ഞാൻ ആഡ് ഓൺ ചെയ്യാണ്. പിന്നെ അതേപോലെ തന്നെ പ്രശാന്ത് സർ പറഞ്ഞ കാര്യം, വി സപ്പോർട്ടഡ് മെനി ക്രിക്കറ്റേഴ്സ് ദോസ് ഹു ഫേസ്ഡ് സോ മെനി challenges during the COVID, and so with the help of UST and the well-wishers, we could give 2,000 rupees each, around 80 players for 6 months. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ഈ പറയുന്ന നമ്മളുടെ വെൽവിഷേഴ്സിന്റെയും ഈ സ്പോൺസേഴ്സിന്റെയും ഒക്കെ സപ്പോർട്ടാണ്. സോ ഐ ജസ്റ്റ് ആഡ് ഓൺ ദാറ്റ്. താങ്ക് യു സർ. Thank you, the round table team. Narmada is back. Narmada തിരിച്ചെത്തിയോ? ഹലോ സർ, ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണ്, ക്ലിയർ. Go ahead. ഓക്കെ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോയിനം പൂത്തനാൾ മധു തേടിപ്പോയി നീ കളിയാർന്നു പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോയിനം പൂത്തനാൾ മധു തേടിപ്പോയി കണ്ണിൽ കത്തും ദാഹം ഭാവജാലം പീലി നീട്ടി വർണ്ണങ്ങളായി മേലെ കതിർമാല കൈകൾ നീട്ടി കണ്ണിൽ കത്തും ദാഹം ഭാവജാലം പീലി നീട്ടി വർണ്ണങ്ങളായി മേലെ കതിർമാല കൈകൾ നീട്ടി സ്വർണ്ണത്തേരേറി ഞാൻ തങ്കത്തിങ്കൾ പോലെ ദൂരെ ആകാശ നക്ഷത്ര പൂക്കൾ തൻ തേരോട്ടം. മോഹം കൊണ്ടു ഞാൻ ദൂരേതോയിനം പൂത്തനാൾ മധു തേടിപ്പോയി മണ്ണിൽ പൂക്കും നേരം രാഗഭാവം താലമേന്തി തുമ്പികളായി പാറി മണം തേടി ഊയലാടി മണ്ണിൽ പൂക്കും നേരം രാഗഭാവം താലമേന്തി തുമ്പികളായി പാറി മണം തേടി ഊയലാടി നറുപുഞ്ചിരിപ്പൂവായി സ്വപ്നത്തഞ്ചുകം ചാർത്തി ആരും കാണാതെ നിന്നപ്പോൾ
സായുജ്യം മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി നീളെ താഴെ തളിരാർന്നു പൂവനങ്ങൾ മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി. താങ്ക് യു. നർമ്മദ, അടിപൊളി, സൂപ്പർ. അവസാന ഭാഗത്ത് അങ്ങനെ ഒരു കലാശക്കൊട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തു. വി ആർ ഓൾമോസ്റ്റ് അറ്റ് ദ ഫാഗ് എൻഡ് ദ പ്രോഗ്രാം. ഒഫീഷ്യലായിട്ട് വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതിന് CABKയുടെ പ്രസിഡന്റ് മിസ്റ്റർ പ്രശാന്തിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സ്പോർട്സ് ഡേ, നാഷണൽ സ്പോർട്സ് ഡേക്ക് തന്നെ ഈ ഒരു സീസൺ തുടങ്ങി വയ്ക്കാൻ, ഇനോഗ്രേറ്റ് ചെയ്യാൻ സാധിച്ചതിൽ CABKയ്ക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഒഫീഷ്യലി വോട്ട് ഓഫ് താങ്ക്സ് അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. അപ്പോൾ ഞാനതിലേക്ക് നേരിട്ട് കടക്കുകയാണ്. സമയം ഏതായാലും നമ്മുടെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഈ ചടങ്ങിൽ ചീഫ് ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത് ICC പാനൽ ഓഫ് മാച്ച് റഫറീസിൽ ഉള്ള നാരായണൻകുട്ടി സാറാണ്. അദ്ദേഹം ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരളത്തിൻ്റെ മുൻ രഞ്ജി ഓപ്പണർ കൂടിയായിരുന്നു. ഏതായാലും അസോസിയേഷന് വളരെ സന്തോഷമുണ്ട് അദ്ദേഹത്തെ പോലൊരു ഡിഗ്നിറ്ററിയെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായി ലഭിച്ചത്. അദ്ദേഹത്തിന് അസോസിയേഷൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ മിന്നു മണി, ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും കേരള ബ്ലൈൻഡ് വുമൻസ് ക്രിക്കറ്റ് ടീമിൻ്റെ ബ്രാൻഡ് അംബാസഡർ എന്ന് തന്നെ വിളിക്കാം. അപ്പോൾ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള മിന്നു മണിയാണ്. മിന്നു മണി ഇവിടെ വരികയും യോഗത്തിൽ പങ്കെടുക്കുകയും വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്തു. മിന്നു മണിക്കും അസോസിയേഷൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഉള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കേരള ടീമിൻ്റെ ചീഫ് സ്പോൺസേഴ്സായിട്ട് 1-2 വർഷമായിട്ട് തന്നെ കൂടെയുള്ള മുത്തൂറ്റ് ഗ്രൂപ്പിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടുള്ള പ്രശാന്ത് സാറിനോട് ഉള്ള നന്ദി അസോസിയേഷൻ്റെ പേരിലും എൻ്റെ പേരിലും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഞാനൊരു പാലക്കാട്ടുകാരനാണ്. പാലക്കാട് വടകരപ്പതിയിൽ അതിനടുത്തുള്ള കോളേജിൽ തന്നെയാണ് ഞാൻ, ചിറ്റൂർ ഗവൺമെൻറ് കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുണ്ട് അത്തരമൊരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ആ ഒരു ഏരിയയിൽ. വല്ലാണ്ട് ഒരുപാട് ഒരു ഇൻറ്റീരിയർ ആയിട്ടുള്ള ഒരു ഏരിയ ആണത്. അവിടെ ഇങ്ങനെ ഒരു ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റി നടക്കുന്നു എന്നറിയുന്നത് വളരെയധികം സന്തോഷമുണ്ട്. അതിനും ഉള്ള ഒരു നന്ദി കൂടി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വുമൻസ് ക്രിക്കറ്റ് ടീമിൻ്റെ ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റിന് വേണ്ടി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ UST ഗ്ലോബൽസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടുള്ള പ്രശാന്ത് സാറ്, അതുപോലെ തന്നെ സുനിൽ സാറ്, അവരോടും ഉള്ള നന്ദി അസോസിയേഷൻ്റെ പേരിലും വ്യക്തിപരമായും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ അവാർഡ് വിന്നേഴ്സ് ആയിട്ടുള്ള 4 പേര്, നമ്മുടെ ഭാവി താരങ്ങളായിട്ടുള്ള മെൻസ് അതുപോലെ തന്നെ വുമൻസ് ക്രിക്കറ്റ് ടീമിലെ മെമ്പേഴ്സ് A+ വാങ്ങിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരെയും അസോസിയേഷൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഉള്ള നന്ദി അറിയിക്കുന്നു. അവസാനമായിട്ട് നമ്മുടെ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ പ്ലെയേഴ്സ്, 3 വിഭാഗത്തിൽപ്പെട്ട കളിക്കാർ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. മെൻസ് ക്രിക്കറ്റ് ടീമിലെയും അക്കാഡമി ക്രിക്കറ്റ് ടീമിലെയും വുമൻസ് ക്രിക്കറ്റ് ടീമിലെയും ഒക്കെ എല്ലാ പ്ലെയേഴ്സിനെയും അവരോടുള്ള നന്ദി അറിയിക്കുന്നു. കൂടാതെ അവരുടെ പാരൻസ്, കുട്ടികളുടെയും വുമൻസ് ക്രിക്കറ്റ് ടീമിൻ്റെ മെമ്പേഴ്സിൻ്റെ ഒക്കെ പാരൻസിൻ്റെ ഒക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കാനായിട്ട് ഈ കാലത്ത് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനെല്ലാ സപ്പോർട്ടും തരുന്ന പാരൻസിൻ്റെയും പാർട്ടിസിപ്പേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അവരെയും അസോസിയേഷൻ്റെ പേരിലും വ്യക്തിപരമായൊക്കെ ഉള്ള നന്ദി അറിയിക്കുകയാണ്. ഇതുപോലെ തന്നെ ഈ പ്രോഗ്രാം വളരെ നന്നായിട്ട് ഇന്നത്തെ ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള എബി സാറ് വളരെ വർഷങ്ങളായിട്ട് ഏഷ്യ കപ്പ് മുതൽ തന്നെ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ഔപചാരികതയുടെ പേരിൽ ഉള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല എന്നറിയാം. കൂടാതെ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ അണിയറയിലൊക്കെ പ്രവർത്തിച്ച നമ്മുടെ അസോസിയേഷൻ മെമ്പേഴ്സ് മെബിൻ
പോലുള്ള എല്ലാ അസോസിയേഷൻ മെമ്പേഴ്സും എല്ലാ വെൽവിഷേഴ്സിനോടുള്ള നന്ദി ഒരിക്കൽ കൂടി വ്യക്തിപരമായും അസോസിയേഷന്റെ പേരിലും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു പ്രശാന്ത്. അവസാനമായിട്ട് നമുക്ക് we'll have a national anthem. Let's all rise for the national anthem or put your video off, please. Anil? Am I audible, sir? Yes, you are. जनगणमन अधिनायक जय हे भारत भाग्य पंजाब सिंध गुजरात मराठा द्राविड़ गंगा सिंधु हिमाचल यमुना गंगा उच्छल जल की तरंगा शुभ शुभ आशिष माहे Thank you all, and that is the end of the meeting. The meeting is closed.